നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ നിന്നും നാളുകളായി അവിടുത്തെ ക്രൈസ്തവ സഭകളെക്കുറിച്ച് ചില വാർത്തകൾ പ്രചരിക്കുന്നു. ക്രൈസ്തവ സഭകൾ വലിയ വളർച്ച നേടുന്നു എന്നതായിരുന്നു അത്. 1947 ഇന്ത്യ പാക് വിഭജന സമയത്ത് ക്രിസ്ത്യാനികൾ ഗണ്യമായി ഉണ്ടായിരുന്നുവെങ്കിലും പ്രതികൂല പരിതസ്ഥിതികളെ തുടർന്ന് അവരുടെ എണ്ണം വളരെ കുറഞ്ഞുപോയി. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ ന്യൂനപക്ഷമാണ് ക്രിസ്ത്യാനികൾ. പാകിസ്ഥാനിൽ ക്രിസ്തുമതം അതിവേഗം വളരുകയാണ്. 2017 1.27% 2023 സെൻസസ് പ്രകാരം 1.37% വർദ്ധിച്ചു. ഇപ്പോൾ 3 ദശലക്ഷത്തിലധികം ക്രിസ്ത്യാനികളുണ്ടെന്നാണ് ഗവൺമെൻറ് കണക്കുകൾ പറയുന്നതെങ്കിലും അതിൻ്റെ പല ഇരട്ടി ക്രിസ്ത്യാനികൾ ഉണ്ടാകുമെന്ന് വിദഗ്ധർ കണക്കുകൂട്ടുന്നു. ക്രൈസ്തവ സഭകൾ വളരെ പീഡയിലും കഷ്ടതയിലും കൂടെയാണ് കടന്നു പോകുന്നത്. മതനിന്ദ കുറ്റം ആർക്കെതിരെയും ആരോപിക്കാം എന്ന ഗുരുതര സാഹചര്യം നിലനിൽക്കുന്നു. മതനിന്ദ കുറ്റം തെളിയിക്കപ്പെട്ടാൽ വധശിക്ഷയാണ്. ഇതിനോടകം ക്രിസ്ത്യാനികളുടെ വീടുകൾ, പള്ളികൾ മാത്രമല്ല ക്രിസ്ത്യാനികളെ തന്നെ ആക്രമിക്കുന്ന എത്രയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1885 ചർച്ച് മിഷണറി സൊസൈറ്റി മിഷണറിയായിരുന്ന റവറൻഡ് തോമസ് പാട്രിക് ഇസ്ലാം മതത്തിനായി ഒരു ഇസ്ലാമിക് നിഘണ്ടു തന്നെ പ്രസിദ്ധീകരിച്ച് നൽകി. പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും ഹിന്ദു മതത്തിൽ നിന്നും മതം മാറിയ ഹിന്ദു ദളിത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറി. പതിനായിരങ്ങൾ സുവിശേഷ മീറ്റിങ്ങുകൾ തടിച്ചുകൂടുന്നു. പലർക്കും ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് ദർശനം ലഭിച്ചു എന്ന് അവകാശപ്പെടുന്നു. ക്രൈസ്തവരിൽ ഭൂരിഭാഗവും താമസിക്കുന്നത് പഞ്ചാബ് സംസ്ഥാനത്താണ്. കൂടാതെ ലാഹോർ, പെഷവാർ, കറാച്ചി, ഫൈസലാബാദ് തുടങ്ങിയ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്നു. Power to forgive sin. And I believe that Pakistan is ready for a move of God. 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ രൂപീകൃതമായപ്പോൾ പാകിസ്ഥാനിലെ എല്ലാ പൗരന്മാർക്കും സമ്പൂർണ്ണ പൗരത്വ തുല്യത മുഹമ്മദ് അലി ജിന്ന ആവർത്തിച്ച് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ആരും ഈ വാഗ്ദാനം പാലിച്ചിരുന്നില്ല. 1956 പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറി. ഇതര മതങ്ങളുടെ അനുയായികളുമായി നിരന്തരം സംഘർഷം മൂലം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ജനസംഖ്യാ കൈമാറ്റങ്ങളിൽ മിക്ക ഹിന്ദുക്കളും മിക്കവാറും എല്ലാ സിഖുകാരും രാജ്യം വിട്ടുപോയി. പാകിസ്ഥാനി പഞ്ചാബിൽ ഇപ്പോൾ 2% ക്രിസ്ത്യാനികളുണ്ട്. വളരെ കുറച്ച് ഹിന്ദുക്കളും സിഖുകാരും മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. ക്രിസ്ത്യാനികൾ ധാരാളം സംഭാവന നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ സുപ്രീം കോടതിയിലെ ആദ്യത്തെ അമുസ്ലിം ചീഫ് ജസ്റ്റിസ് AR കൊർണേലിയോസ് ആയിരുന്നു. പാകിസ്ഥാൻ വ്യോമസേനയിലെ മികച്ച യുദ്ധവിമാന പൈലറ്റുമാരായും പാകിസ്ഥാൻ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. സെസിൽ ചൗധരി, പീറ്റർ ഒറൈലി, മെർവിൻ എൽ മിഡിൽകോട്ട് എന്നിവരാണ് അതിൽ പ്രമുഖർ. അധ്യാപകർ, ഡോക്ടർമാർ, അഭിഭാഷകർ, ബിസിനസ്സുകാർ എന്നീ നിലകളിലും ക്രിസ്ത്യാനികൾ സംഭാവന നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ പ്രശസ്ത ക്രിക്കറ്റ് കളിക്കാരൻ യൂസഫ് യുഹാന ക്രിസ്ത്യാനിയായി ജനിച്ചെങ്കിലും 2005 ഇസ്ലാം മതം സ്വീകരിച്ചു. മുഹമ്മദ് യൂസഫ് എന്ന പേര് മാറ്റി. ബ്രിട്ടനിൽ റോച്ചസ്റ്ററിലെ ബിഷപ്പ് എമിറേറ്റ്സ് മൈക്കൽ നസീർ അലി ഒരു പാകിസ്ഥാൻ ക്രിസ്ത്യാനിയാണ്. ഇനി നമുക്ക് പാകിസ്ഥാനിലെ പ്രധാന ക്രൈസ്തവ സഭകളെക്കുറിച്ച് നോക്കാം.
കഴിഞ്ഞ നാളുകളിൽ കത്തോലിക്ക സഭ, ചർച്ച് ഓഫ് പാകിസ്ഥാൻ, മറ്റു ചില പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ ഒക്കെയായിരുന്നു മുൻപിൽ എങ്കിൽ ഇന്ന് പെന്തക്കോസ്ത് സഭകൾക്കാണ് മുന്നേറ്റം. പെന്തക്കോസ്ത് ചർച്ച് ഓഫ് പാകിസ്ഥാൻ, ഡോക്ടർ ജമീൽ നാസർ പ്രധാന പാസ്റ്ററായ ഈ സഭ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പെന്തക്കോസ്ത് സഭകളിലൊന്നായി അറിയപ്പെടുന്നു. മറ്റൊരു സഭയാണ് പാകിസ്ഥാൻ ഗുഡ് സമരിറ്റൻ ചർച്ച്. 2009 റവറൻഡ് ഡോക്ടർ നയീം നസീർ സ്ഥാപിച്ച ഈ സഭയുടെ ആസ്ഥാനം ലാഹോറിലാണ്. ഫിലാദൽഫിയ പെന്തിക്കോസ്റ്റ് ചർച്ച് ഓഫ് പാകിസ്ഥാൻ, ഈ സഭയുടെ ആസ്ഥാനം കറാച്ചി. പാകിസ്ഥാനിലെ ഫുൾ ഗോസ്പൽ അസംബ്ലീസ് FGA 1947 ആരംഭിച്ചു. ഈ സഭയ്ക്കാണ് പാകിസ്ഥാനിലുടനീളം ധാരാളം ലോക്കൽ സഭകളുള്ളത്. അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് എന്ന AGയുടെ പ്രവർത്തനം പാകിസ്ഥാനിൽ സജീവമാണ്. അങ്ങനെ 100ഓളം ക്രൈസ്തവ സംഘടനകൾ പാകിസ്ഥാനിലെ പ്രതികൂല കാലാവസ്ഥയിലും തങ്ങളുടെ ക്രൈസ്തവ സാക്ഷ്യം നിലനിർത്തിപ്പോരുന്നു. പ്രതികൂലങ്ങളുടെ മധ്യത്തിലും 2018 റവറൻഡ് ഡോക്ടർ താരിഖ് ജോൺ ഗ്രേസ് ഗോസ്പൽ ചർച്ച് ഓഫ് പാകിസ്ഥാൻ എന്ന സഭയുടെ വകയായി ജോഷുവ TV എന്ന ഒരു ക്രിസ്തീയ ചാനൽ പ്രവർത്തനം ആരംഭിച്ചു. നിരന്തരം ക്രൈസ്തവ സന്ദേശങ്ങളും രോഗശാന്തി ശുശ്രൂഷകളുമൊക്കെയായി ചാനൽ പ്രവർത്തനം ശക്തിപ്പെടുന്നു. 2023 2025 വരെയുള്ള കാലഘട്ടത്തിൽ നിരവധി സുവിശേഷ യോഗങ്ങൾ നടന്നു. ഈ യോഗങ്ങളിൽ 10,000 എതിർപ്പുകളുടെ മധ്യത്തിലും പങ്കെടുത്തു. പാകിസ്ഥാനിലെ ക്രൈസ്തവർക്കായി ആത്മഭാരമുള്ള ക്രൈസ്തവർ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു പുതിയ വിഷയവുമായി കാണുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.